പല മേഖലകളിൽ കൈവെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് പറ്റില്ല എങ്കിലും കഴിയാൻ പറ്റുന്ന തരത്തിൽ പണം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വി ഡി സതീശൻ നടത്തുന്നുണ്ട്. ഒന്ന്, വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. 5% മുതൽ 20% വരെ വീര്യമുള്ള ആൽക്കഹോളുള്ള മദ്യത്തിന്റെ ലോ ആൽക്കഹോൾ ബെവറേജ് വിഭാഗത്തിലാണ് കഴിഞ്ഞ സർക്കാർ പെടുത്തിയിരുന്നത്. അതിൽ മാറ്റം വരുത്തുകയാണ്. അത്തരത്തിലുള്ള മദ്യത്തിന് 0% 5% മുതൽ 10% വരെയുള്ള വീര്യമുള്ള മദ്യങ്ങൾക്ക് 120% വിൽപ്പന നികുതി ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. നേരത്തെ അങ്ങനെ ഒരു ഏർപ്പാടില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണ്. 10% മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന്റെ വിലയിൽ 175% വിൽപ്പന നികുതി നിശ്ചയിക്കുകയാണ്. ഒരു മേഖല അതാണ് പണം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന ചരക്ക് സേവന നികുതി നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയാണ്. 2016 കേന്ദ്ര ചരക്ക് സേവന നികുതി നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭേദഗതികൾക്ക് അനുസൃതമായി കേരളത്തിലെ ചരക്ക് സേവന നികുതി നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് ഖജനാവിലേക്ക് പണം കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ നിർദ്ദേശമായി കാണാൻ കഴിയുന്നത്. മോട്ടോർ വാഹന വകുപ്പാണ് സംസ്ഥാന സർക്കാരിന് പണം കണ്ടെത്താനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാർഗം. അത് ഗതാഗത മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്റ്റേറ്റ് ഗ്യാരേജ് ബസ്സുകൾക്ക് നിലവിലുള്ള ത്രൈമാസ നികുതി 50% ഇളവ് അനുവദിക്കുകയാണ്. അതിനകത്ത് അത് അധികം കണ്ടെത്തുകയല്ല, അധികം ഇളവ് അനുവദിക്കുകയാണ് കാര്യത്തിൽ ചെയ്യുന്നത്. പിന്നീടുള്ളത് ട്രെയിലർ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ ആകർഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് സ്ലാബ് പരിഷ്കരിച്ച് അത് ഏകീകരിച്ചുകൊണ്ട് പണം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വി ഡി സതീശൻ ഇതിനകത്ത് നടത്തുന്നുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതിയിൽ വർധനമുണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് 40 ലക്ഷത്തിന് മുകളിലുള്ള വാഹനം, ഇലക്ട്രിക് വാഹനങ്ങൾ, അത് 10% നിലവിൽ നികുതി ഉണ്ടെങ്കിൽ അത് 15% ഉയർത്തി പണം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് മറ്റൊന്നായി നമുക്ക് കാണാൻ കഴിയുന്നത്. ഭൂനികുതി കാലാനുസൃതമായ മാറ്റം വരുത്തും എന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത്, അത് ഏത് രീതിയിലാണ് എന്ന കാര്യത്തിൽ പിന്നീട് മാത്രമേ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അതുവഴി പണം കണ്ടെത്താൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റാമ്പ് ആക്ടിൽ മാറ്റം വരുത്തിക്കൊണ്ട് അതിൽ വഴി പണം കണ്ടെത്താൻ വേണ്ടിയുള്ള നീക്കം നടത്തുന്നുണ്ട്. ഇങ്ങനെ വളരെ കുറച്ച് മേഖലകളിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് പണം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് എത്രത്തോളം രൂപയാണ് എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത് സമുദ്രമാണ് ഇതിനകത്ത് ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയി കാണാൻ കഴിയുന്നത്. റോഡ്, സമുദ്രം, വിമാനത്താവളങ്ങൾ എല്ലാം